ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് അച്ചാറും പുളിയിഞ്ചി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വടുവപ്പുളി നാരങ്ങത ചെറുതാക്കി നുറുക്കിയതുണ്ട്, മാങ്ങ ചെറുതാക്കി നുറുക്കിയതുണ്ട്, പിന്നെ പുളിഞ്ഞ വെള്ളത്തിലിട്ട് കുതിർത്തി പിഴിഞ്ഞ് ഊറ്റി വെച്ചതാട്ടോ അത് അതുണ്ട്. പിന്നെ നമ്മളെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ ശർക്കര, പിന്നെ കറിവേപ്പിലയുണ്ട്. എന്നാൽ നമുക്ക് നമ്മളെ പുളിയിഞ്ചിയും അച്ചാറുകളും ഉണ്ടാക്കാം. ആദ്യം നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. ചട്ടി ചൂടായിട്ടോ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കടുകിട്ട് പൊട്ടിക്കാം. അത് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളെ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. ഇനി ഇഞ്ചി വല്ലാതെ മൂത്ത് പോകരുത്, ഒരു പാകത്തിന് മൂത്താൽ മതി. അപ്പോൾ ഇഞ്ചി ഇതാ പാകത്തിന് മൂത്ത് അതിക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ മുളക് പൊടി കായപ്പൊടി ഒന്നും ഇടലില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടലുണ്ട്, അത് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ശർക്കര ഇട്ട് വെക്കുക. ശർക്കര ഉരുക്കിയിട്ടല്ല കേട്ടോ ഞാൻ ഇടലിങ്ങനെ, ശർക്കര അങ്ങനെ ഇട്ട് കൊടുക്കും. ഇനി ശർക്കര ഉരുകി വരുമ്പോൾ അതൊരു വെള്ളം പോലെ ആവും. പിന്നെ അത് കുറുകി വരാൻ നമുക്ക് കാത്തിക്കണം. അപ്പോൾ ഈ തീയൊന്ന് കുറച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം നമുക്ക്. നമ്മളെ അച്ചാർ ആദ്യം കല്ലുപ്പ് ഇടുക കേട്ടോ. ഞാൻ അച്ചാറിക്ക് 2 ഇതിക്കും മാങ്ങയും നാരങ്ങയ്ക്കും കല്ലുപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അവിടെ വയ്ക്കും. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. സാധാ മുളക് പൊടി കേട്ടോ, കാശ്മീരി മുളക് പൊടിയൊന്നല്ല, ഇത് നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. മാങ്ങയ്ക്കും അതുപോലെ തന്നെ 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. അങ്ങനെ 2ക്ക് ഞാൻ മുളകും പൊടി ഉപ്പ് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒഴിച്ചെടുക്കുന്നത് സുർക്കയാണ് കേട്ടോ. കുറച്ച് സുർക്ക ഒഴിച്ചെടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മളെ പുളിയിഞ്ചി ഇവിടെ തിളച്ചിട്ടുണ്ട്. ശർക്കര ഉരുകിയോ നോക്കാം. ശർക്കര ഉരുകി വരുന്നുണ്ട് കേട്ടോ. ഈ ശർക്കര ഉരുകിയതും അതൊന്നും കൂടി കുറുകുമ്പോൾ പാകാവും. അങ്ങനെ നമ്മളെ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഒക്കെ ഒന്ന് വറുത്തിടാം. ആദ്യം കായപ്പൊടി അതിന് മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2ൻ്റെ മേലും കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി ഞാൻ ഇട്ടിട്ട് ഇളക്കണില്ല കേട്ടോ. അത് നമ്മൾ വറവിട്ടിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കായപ്പൊടീൻ്റെ മേലെ കൂടെ വറവിടാം. ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ നല്ലോണം തിളച്ച് വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക. പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നല്ലോണം നോക്കട്ടെ. ആ തിളച്ച എണ്ണ നമുക്ക് അച്ചാറിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി അച്ചാറൊന്ന് ഇരിക്കുമ്പോൾ അതിന്ന് വെള്ളം താനെ വരും. ആ നാരങ്ങമണ്ണൊക്കെ ഇറങ്ങി വരും. ഇനി അടുത്തത് നമുക്ക് മാങ്ങ വറുത്തിടാം. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ കടുകിട്ടു, വേപ്പിലിട്ടു. ആ നല്ല തിളച്ച എണ്ണ അങ്ങനെ അച്ചാറിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുത്തു. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
നമ്മൾ 2 അച്ചാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പുളിയിഞ്ചി എന്തായി നോക്കാം. പുളിയിഞ്ചി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഇഞ്ചി തണുക്കുമ്പോൾ ഒന്നും കൂടി അത് കുറുകി വരും. നന്നായിട്ട് ഇനി ഒന്നും കൂടി തണുക്കുമ്പോൾ അത് നമുക്ക് തണുത്തതിന് ശേഷം കുപ്പിക്കാക്കി വയ്ക്കാം. അങ്ങനെ ഓണത്തിന് ഞാനിങ്ങനെയാണ് പുളിയിഞ്ചി അച്ചാറും ഉണ്ടാക്കൽ. ചില നാട്ടിലേക്കൊക്കെ കായപ്പൊടി മുളക് പൊടിയൊക്കെ ഇടലുണ്ട്. നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ.